ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത സ്പെസിഫിക് കോസ്റ്റിലേക്ക് പോകുകയാണ്. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏണിങ്സ്. എന്താ റീറ്റെയിൻഡ് ഏണിങ്സ്? പ്രോഫിറ്റ് റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. ഇഫ് ദ കമ്പനി ഹാസ് ഏൺഡ് പ്രോഫിറ്റ്, ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ അതിന് രണ്ട് ഓൾട്ടർനേറ്റീവാണ് കമ്പനിക്കുള്ളത്. ഒന്നുകിൽ ആ പ്രോഫിറ്റ് ഡിവിഡൻ്റായിട്ട് കൊടുക്കാം ഷെയർ ഹോൾഡേഴ്സിന്, അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യാൻ ബിസിനസ്സിൽ. നമ്മൾ കണ്ടു ഫിനാൻഷ്യൽ മാനേജറുടെ ഒരു ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ അല്ലേ. പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡിവിഡൻ്റായിട്ട് കൊടുക്കണം, അതോ റീറ്റെയിൻ ചെയ്യണം? എത്ര ഭാഗം ഡിവിഡൻ്റായിട്ട് കൊടുക്കണം, എത്ര ഭാഗം റീറ്റെയിൻ ചെയ്യണം? ക്ലിയർ? അപ്പോൾ റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കോസ്റ്റ് ഉണ്ടോ? ഇല്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം സ്പെസിഫിക് കോസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ റീറ്റെയിൻഡ് ഏർണിങ്സിന് കോസ്റ്റ് ഇല്ല. ഇറ്റ് ഈസ് കോസ്റ്റ് ഫ്രീ. ദാറ്റ് മീൻസ് ദർ ഈസ് നോ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഇല്ല. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ഇല്ല എന്നുള്ളതാണ്. ബട്ട് ഇവിടെ നമുക്കറിയാം ഇഫ് എ കമ്പനി ഡസിൻ റീറ്റെയിൻ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യുന്നില്ല, ആ മൊത്തം പ്രോഫിറ്റ് ഡിവിഡൻ്റായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഷെയർ ഹോൾഡർക്ക് എന്ത് ചെയ്യാം? ഷെയർ ഹോൾഡറുടെ ഇൻകം കൂട്ടും ഉണ്ടോ. ഷെയർ ഹോൾഡർ ഇൻക്രീസ്ഡ് ഷുഡ് ഹാവ് ഇൻക്രീസ്ഡ് ആൻഡ് ഗുഡ് ഏൺ ഇൻകം. എന്നിട്ട് അവർക്കത് ആ ഡിവിഡൻഡ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവിഡൻഡ് അതിൻ്റെ മേലെ വീണ്ടും അവർക്ക് ഇൻകം കിട്ടും. അത് മാത്രമല്ല ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു കമ്പനിയുടെ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂടും. ദസ് ഓപ്പർച്യൂണിറ്റി ഡിവിഡൻറ്റിന് എന്തുണ്ട്? അതുകൊണ്ട് പറയുന്നു ദസ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഇൻവോൾവ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? നമ്മൾ പഠിച്ച ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് അല്ലേ. ദാറ്റ് ഈസ് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം പ്രോഫിറ്റ് ബിസിനസ് റീറ്റെയിൻ ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നഷ്ടപ്പെട്ടു പോകുന്നു. ആ നഷ്ടപ്പെട്ടു പോകുന്ന ഡിവിഡൻഡാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ദ ഡിവിഡൻഡ് ഫോർഗോൺ ഉണ്ടോ. ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ദ ഡിവിഡൻഡ് ഫോർഗോൺ ബൈ ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. It is the rate at which the shareholders is not receiving the dividend. Suppose 10% റേറ്റ് ഡിവിഡൻഡ് കിട്ടാനുള്ള ചാൻസ് 10%. ഈ 10% റേറ്റിൽ അവർക്ക് ഡിവിഡൻഡ് നഷ്ടപ്പെട്ടു പോവുകയാണ് കമ്പനി കൊടുക്കാത്തത് കൊണ്ട്. ഈ റേറ്റിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ഷെയർ ഹോൾഡർ ക്യാൻ ഒബ്റ്റെയിൻ ബൈ ഇൻവെസ്റ്റിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവിഡൻഡ് ഇൻ അതർ സെക്യൂരിറ്റീസ്. ഇപ്പോൾ ഡിവിഡൻഡ് കൈ കിട്ടുകയാണെങ്കിൽ ആ ഡിവിഡൻഡ് ഷെയർ ഹോൾഡറുടെ ഇൻകമാണ്. ആ ഇൻകത്തിന് അയാൾ ടാക്സ് അടയ്ക്കണം. അയാൾ ടാക്സ് അടയ്ക്കുന്ന ഒരു അസസി ആണെങ്കിൽ ആ ഇൻകത്തിന് അയാൾ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ടാക്സ് അടച്ചതിന് ശേഷമുള്ള ഇൻകം അയാൾക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും? റിട്ടേൺ കിട്ടും. ആ റിട്ടേണിനാണ് എന്തെന്ന് വിളിക്കുക? കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ക്ലിയർ? സോ ഇറ്റ് റെഫേഴ്സ് ടു ദ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ഷെയർ ഹോൾഡർ ക്യാൻ ഒബ്റ്റെയിൻ ബൈ ഇൻവെസ്റ്റിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവിഡൻഡ് ഇൻ അതർ സെക്യൂരിറ്റീസ്. അതുകൊണ്ട് പറയുന്നു എന്താണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ KR ഇസ് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഡൻഡ്. ഓർ EPS എന്താ? ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ MB എന്താ? മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ. ഇനി ഇവിടെ നമുക്കറിയാം സപ്പോസ് ഇവിടെ ഗ്രോത്ത് ഉണ്ട്. നമ്മൾ പഠിച്ചു ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു D1 ഡിവൈഡഡ് ബൈ MB ഓർ MB ഇൻറ്റു 100 പ്ലസ് G. ഇഫ് ദർ ഈസ് ഗ്രോത്ത് ആൻഡ് എ സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ് ഈസ് എക്സ്പെക്റ്റഡ്, ദെൻ KR വീണ്ടും നമ്മൾ മാറ്റി എഴുതും. KR ഈസ് ഈക്വൽ ടു D ഓർ EPS ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 100 പ്ലസ് G. ഓക്കെ. അല്ലെങ്കിൽ നമുക്കറിയാം ഇത് എന്തിനുള്ള ഫോർമുലയാണ്? KEക്കുള്ള ഫോർമുലയാണ്. അപ്പം KE തന്നെയാണ്. ഇനി അടുത്ത് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്കറിയാം അപ്പം നമുക്ക് ഡിവിഡൻഡ് കിട്ടി. സപ്പോസ് 2 രൂപ അല്ലെങ്കിൽ 10 രൂപ ഒരു ഷെയറിന് 10 രൂപ തോതിൽ അവർക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. നമുക്കറിയാം ഇത് ഷെയർ ഹോൾഡർ ഇൻകമാണ്. ഈ ഇൻകം മൊത്തം അവന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ആ ഇൻകത്തിന് മേലെ അവൻ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് 10 സപ്പോസ് 50% ആണ് ടാക്സ്. അപ്പം 10 ആണ് ഡിവിഡൻഡ് കിട്ടിയത്, ഡിവിഡൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് 50% ടാക്സ് പോയി. അപ്പം ബാക്കി അവന് എത്രയേ ഉള്ളൂ? 5 രൂപയേ ഉള്ളൂ. ഉണ്ടോ? 10 5 രൂപ ടാക്സ് ആയിട്ട് പോയാൽ ബാക്കി 5 രൂപയേ ഉള്ളൂ.
അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ടാക്സിന് അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ഇൻകം ടാക്സ്. കിട്ടുന്ന ഇൻകത്തിന് അവന് അതിന് ടാക്സ് അടയ്ക്കണം. ഷെയർ ഹോൾഡർ ഡു നോട്ട് റിസീവ് ദി എൻറ്റയർ എമൗണ്ട് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ബൈ വേ ഓഫ് ഡിവിഡൻഡ് ഈവൻ ഇഫ് ദർ ഈസ് 100% പേ ഔട്ട് റേഷ്യോ. എന്താ 100% പേ ഔട്ട് റേഷ്യോ? അത് അടുത്ത മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു ഏണിങ്സ് പെർ ഷെയർ. ഒരു ഷെയറിന് അവർക്ക് കിട്ടിയ ഏണിങ്സ് സപ്പോസ് 20. അപ്പം ആ 20 രൂപയെ മൊത്തം ഡിവിഡൻ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഡിവിഡൻറ്റ് കണ്ടോ, ഏണിങ്സ് മൊത്തം ഡിവിഡൻ്റായിട്ട് കൊടുത്തു. അപ്പോൾ എത്ര ശതമാനം ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ? 100%. സപ്പോസ് EPS 20 കിട്ടിയത്, അവർ 50% ഡിവിഡൻറ്റ് കൊടുക്കുന്നുള്ളൂ. ഏണിങ്സിന് 50%. അപ്പം ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ എത്രയാണ്? 50%. 20-ന് 50% എത്രയാണ്? 10 രൂപയെ ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ 20 കിട്ടിയാലും ഈ 20 കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അവന്? അതാണ് പറയുന്നത്. എൻ്റെ പ്രോഫിറ്റ് ഡിവിഡൻ്റായിട്ട് കൊടുക്കുമ്പോൾ അതാണ് DPR, ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ 100% ആണെങ്കിലും ഈ മൊത്തം ഡിവിഡൻറ്റ് ഇൻകം അവന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവന് ഈ ഡിവിഡൻറ്റ് ഇൻകത്തിന് എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ക്ലിയർ? അപ്പോൾ ഈ 20 രൂപയാണ്. അപ്പോൾ നമ്മളിവിടെ 20 കിട്ടുന്നത്, അല്ലെങ്കിൽ 10. നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ 10 പറഞ്ഞു. അപ്പോൾ ഈ കിട്ടിയ ഡിവിഡൻറ്റ് ഇൻകത്തിൽ നിന്ന് അവൻ്റെ കയ്യിൽ നിന്ന് എന്തടച്ച് പോകണം? ടാക്സ് അടയ്ക്കണം. സോ വി ഹാവ് ടു മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ടാക്സ്. അതാണ് ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. 10 രൂപ അവർക്ക് ഡിവിഡൻറ്റ് കിട്ടി. ടാക്സ് റേറ്റ്, അവൻ്റെ ടാക്സ് റേറ്റ് 50%. അപ്പോൾ അവന് ടാക്സായിട്ട് എത്ര രൂപ കൊടുക്കണം? 5 രൂപ കൊടുക്കണം. അപ്പോൾ അവൻ്റെ കയ്യിൽ ഡിവിഡൻറ്റ് ഇൻകം എത്രയേ ഉള്ളൂ? 5 രൂപയേ ഉള്ളൂ. രണ്ടാമത് നമുക്കറിയാം അവന് ബ്രോക്കറേജ് കൊടുക്കണം. കാരണം നമ്മൾ അവന് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയാൽ അവന് ഇൻ്റർമീഡിയറി വേണം. ബ്രോക്കേഴ്സിനെ അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടായിരിക്കും അവന് മേടിക്കാൻ പറ്റുക. ഡയറക്റ്റായിട്ട് മേടിക്കാൻ പറ്റത്തില്ല. അവന് ആ ബ്രോക്കറേജ് കമ്മീഷനൊക്കെ കൊടുക്കണം. അപ്പോൾ നമുക്ക് കണ്ടു 10 രൂപയിൽ നിന്ന് 5 രൂപ ടാക്സ് പോയി. സപ്പോസ് അവന് 1 രൂപ ബ്രോക്കറേജ് ആയിട്ട് കൊടുക്കേണ്ടി വന്നു. അവൻ്റെ കയ്യിൽ എത്ര രൂപയുള്ളൂ? ബാക്കി 4 രൂപയെ അവന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞോ. സോ അതുകൊണ്ട് നമ്മൾ കണ്ട ഫോർമുലയിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം? ഇൻകം ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യണം, ബ്രോക്കറേജ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഫോർമുല എങ്ങനെ വരും? ഉണ്ടോ? KR = D / MB × 1 - T. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു D എത്ര കിട്ടിയ? 10 × 1 - T എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് 50% ടാക്സ് കുറയ്ക്കുന്നു. ബാക്കി എത്രയേ ഉള്ളൂ? 5 കിട്ടി. വീണ്ടും ബ്രോക്കറേജ് കുറയ്ക്കണം. ബ്രോക്കറേജ് എത്രയാണ്? സപ്പോസ് ഞാൻ പറഞ്ഞു 1 രൂപ. അപ്പോൾ 4 ഉള്ളൂ. ഇതാണ് കണ്ടോ? D / MB × 1 - T. T മീൻസ് ടാക്സ് റേറ്റ് ഇൻറ്റു 1 - B എന്താ? ബ്രോക്കറേജ് ഇൻറ്റു 100. ഓക്കെ. ഇനി ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഈ ഫോർമുല ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഗ്രോത്ത് റേറ്റൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോർമുല വീണ്ടും നമ്മളത് മാറ്റി എഴുതുക. അങ്ങോട്ട് നോക്കിക്കേ. D / MB × 100 + G × 1 - T × 1 - B. അപ്പോൾ നമ്മൾ ക്ലിയർ? 1 - T × 1 - B. ഇത് അല്ലെങ്കിൽ ഇത് ഇത്രയും ഫോർമുല എടുത്താൽ D / MB × 100 + G എന്ന് നമുക്ക് ഏതാ കിട്ടുന്നത്? അത് ഏതിനുള്ള ഫോർമുലയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, KEയുടെ ഫോർമുലയാണ് അല്ലേ? KEൻ്റെ ഫോർമുല അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? KEൻ്റെ ഫോർമുല അല്ലെങ്കിൽ KE ആണത്. KE ഇൻറ്റു പിന്നെ ഏത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി? 1 - T × 1 - B. ടാക്സും അഡ്ജസ്റ്റ് ചെയ്യുക, ബ്രോക്കറേജും അഡ്ജസ്റ്റ് ചെയ്യുക. സോ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് കാണാനുള്ള ഫോർമുല ഇതാണ്. KE × 1 - T × 1 - B ഓർ D / MB × 100 + G × 1 - T × 1 - B. ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. KE 15%. The tax rate of the shareholders are 40%. 2% is brokerage. Then what is the cost of retained earnings? ഫോർമുല നമുക്ക് KE തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോർമുല KE × 1 - T × 1 - B. സോ KE × 15% × ടാക്സ് റേറ്റ് എത്രയാ? 40%. സോ 1 - 40% എന്താ? 0.4 ഇൻറ്റു ബ്രോക്കറേജ് എത്രയാ? 2%. സോ 1 - 0.02. സോ 15% ഇൻറ്റു 1 നിന്ന് 0.4 പോയാൽ 0.6 ഇൻറ്റു 1 നിന്ന് 0.02 പോയാൽ 0.98. സോ 15% ഇൻറ്റു 0.6 ഇൻറ്റു 0.98. അപ്പോൾ നമുക്ക് കിട്ടി എത്രയാ? 8.82%. ഓക്കെ. സോ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഒന്നുകൂടി ഞാൻ പറയട്ടെ. ഫോർമുല KR =
ഡി ബൈ എം ബി പ്ലസ് ജി ഇൻറ്റു 100 ഇൻറ്റു 1 മൈനസ് ടി ഇൻറ്റു 1 മൈനസ് ബി. ആദ്യത്തെ ഇത്ര ഭാഗം എടുത്താൽ നമ്മൾ കണ്ടു കെ ഇ ആണ്. സോ കെ ഇ ഇൻറ്റു 1 മൈനസ് ടി ഇൻറ്റു 1 മൈനസ് ബി. ഓക്കെ.